നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച അതിമനോഹരമായ മിഷൻ സുദർശൻ ചക്ര പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയുടെ ആകാശ പ്രതിരോധ കവചമായ പ്രൊജക്ട് കുശയുടെ ഭാഗമായി പുതിയ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ പരീക്ഷണം അടുത്ത വർഷം ആരംഭിക്കും. 2035ഓടെ രാജ്യത്തെ തന്ത്രപ്രധാനമായ ഇടങ്ങൾക്കും പ്രധാന നഗരങ്ങൾക്കും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ശത്രു വിമാനങ്ങൾ, സ്റ്റെൽത്ത് ഫൈറ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, കൃത്യതയാർന്ന ആയുധങ്ങൾ എന്നിവയെ 150 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ച് തകർക്കാൻ ശേഷിയുള്ള M1 മിസൈൽ 2026 പരീക്ഷിക്കാനാണ് പദ്ധതി. ഇതിനെ തുടർന്ന് 250 കിലോമീറ്റർ ദൂരപരിധിയുള്ള M2 മിസൈൽ 2027 350 കിലോമീറ്റർ പരിധിയുള്ള M3 മിസൈൽ 2028 പരീക്ഷിക്കും. DRDO വികസിപ്പിക്കുന്ന ഈ മിസൈലുകൾ ഉപയോഗിച്ചുള്ള പ്രതിരോധ കവചം 2030ഓടെ പ്രവർത്തന സജ്ജമാക്കാൻ കഴിയുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ വ്യോമസേനയുടെ പക്കലുള്ള റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് സിസ്റ്റത്തിന് സമാനമായ ശേഷിയുള്ളതായിരിക്കും ഈ തദ്ദേശീയ സംവിധാനം. മിഷൻ സുദർശൻ ചക്രയുടെ ഭാഗമായി പ്രധാന കേന്ദ്രങ്ങൾക്ക് ചുറ്റും ബഹുതല പ്രതിരോധ കവചം ഒരുക്കും. ഇത് അമേരിക്കയുടെ ഗോൾഡൻ ഡോം അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ അയൺ ഡോം എന്നിവയ്ക്ക് സമാനമായിരിക്കും. മൗവിൽ നടന്ന രൺ സംവാദ് കോൺക്ലേവിൽ സംസാരിക്കവേ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ പറഞ്ഞത്, ഇന്ത്യയുടെ ഈ സ്വന്തം അയൺ ഡോം ഒരേ സമയം ഒരു കവചമായും വാളായും പ്രവർത്തിക്കുമെന്നാണ്. ശത്രുക്കളുടെ വ്യോമാക്രമണങ്ങളെ തടയുന്നതിനൊപ്പം തന്നെ അതിശക്തമായ തിരിച്ചടി നൽകാനുള്ള ശേഷിയും ഇതിനുണ്ടാവും. ഇതിൻ്റെ ഭാഗമായി പ്രളയ്, ബ്രഹ്മോസ്, ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ ആയുധ ശേഖരവും ഇന്ത്യ വിപുലീകരിക്കും. കഴിഞ്ഞ ഓഗസ്റ്റ് 23 ഇന്ത്യ ഒരു സംയോജിത വ്യോമപ്രതിരോധ പരീക്ഷണം നടത്തിയിരുന്നു. ഇതിൽ 30 കിലോമീറ്റർ ദൂരപരിധിയുള്ള ക്വിക്ക് റിയാക്ഷൻ മിസൈലുകൾ, 6 കിലോമീറ്റർ പരിധിയുള്ള വളരെ കുറഞ്ഞ ദൂര മിസൈലുകൾ, 3.5 കിലോമീറ്റർ പരിധിയുള്ള 30 കിലോവാട്ട് ലേസർ അധിഷ്ഠിത ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ശത്രുക്കളുടെ ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാനുള്ള സംവിധാനത്തിൻ്റെ 1ാം ഘട്ടം ഉടൻ വിന്യസിക്കും. അന്തരീക്ഷത്തിന് അകത്തും പുറത്തും വെച്ച് 2000 കിലോമീറ്റർ പരിധിയിലുള്ള മിസൈലുകളെ തകർക്കാൻ ഇതിന് ശേഷിയുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ 5000 കിലോമീറ്റർ പരിധിയിലുള്ള മിസൈലുകളെ തടയാനുള്ള ശേഷിയും ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. പൂർണ്ണമായും ഓട്ടോമേറ്റഡായ ഈ സംവിധാനം കുറഞ്ഞ ചിലവിൽ ഇന്ത്യക്ക് സ്വന്തം ആകാശ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് പ്രതിരോധ വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ, ഇന്ത്യയുടെ ആകാശ സീമകളെ ഒരു അദൃശ്യ കോട്ട പോലെ സംരക്ഷിക്കാനുള്ള ബൃഹത്തായ നീക്കമാണ് പ്രൊജക്ട് കുശ. വിദേശ സാങ്കേതിക വിദ്യകളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുക്കുന്ന ഈ വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെ അടയാളമാണ്. അത്യാധുനിക മിസൈലുകൾ, ലേസർ ആയുധങ്ങൾ, ബഹുതല സുരക്ഷാ കവചങ്ങൾ എന്നിവ സമന്വയിക്കുന്നതിലൂടെ ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെയും ഫലപ്രദമായി ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കും. 2035ഓടെ പൂർണ്ണ സജ്ജമാകുന്ന ഈ സംവിധാനം ദക്ഷിണേഷ്യൻ മേഖലയിലെ ഇന്ത്യയുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല, രാജ്യത്തെ ഓരോ പൗരനും വിശ്വസിക്കാവുന്ന ഒരു സുരക്ഷാ കവചമായി മാറുകയും ചെയ്യും. കവചമായും വാളായും ഒരേപോലെ പ്രവർത്തിക്കുന്ന ഈ മിഷൻ സുദർശൻ ചക്ര ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയെ ഒരു വൻ ശക്തിയായി ഉറപ്പിച്ച് നിർത്തുമെന്നതിൽ സംശയമില്ല. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.